ഹലോ ഗൈസ്, സുഖല്ലേ? എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. നമ്മൾ നേരെ ബർഗർ കിങ്ങിലേക്ക് പോയതാണ്. ചെറിയൊരു ഓഫർ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഷരിക്ക് ബാങ്ക് അക്കൗണ്ടിലുള്ളവർക്ക് ഇങ്ങനത്തെ ഓഫർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയല്ലേ മുതലാക്കാൻ പറ്റും. കാരണം ബാങ്ക് ചാർജ് മാസാമാസം കട്ടാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയല്ലേ മുതലാക്കാൻ പറ്റും. അവിടെ പാട്ടെല്ലാം പാടിക്കൊണ്ടുണ്ട്. നമ്മ പോയത് സാര സെന്ററിലാണ് കേട്ടോ. അങ്ങനെ നേരെ പള്ളിയിലെല്ലാം പോയി നിസ്കാരം എല്ലാം കഴിഞ്ഞ് ചെറിയൊരു പർച്ചേസ് നടത്താൻ വേണ്ടിട്ട് മാക്സിൽ കയറിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഓഫേഴ്സ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒന്നും ഇതാക്കിയിട്ടില്ല. അവർക്ക് വേണ്ട സാധനങ്ങൾ അവിടെ കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ വന്നു. വരുമ്പോ ആണെങ്കിൽ അനസാണെങ്കിൽ ഈ വണ്ടിനെ കണ്ടിട്ടാകുമ്പോ ഒരേ കരച്ചില്, എനിക്ക് ഈ വണ്ടിയിൽ കാരണം അങ്ങനെ ഓന്റെ കരച്ചില് മാറ്റാൻ വേണ്ടി മെക്കിൽ പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടാകുമ്പോ കരച്ചിലൊന്ന് നിന്ന്. എന്താ ചെയ്യാ, പിള്ളേർ ആഗ്രഹമല്ല അങ്ങ് സാധിച്ചു കൊടുത്ത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാർക്കിൽ പോയിട്ടാ. പാർക്കിൽ പോകുമ്പോ പപ്പനെല്ലാം ഭയങ്കരമായ എക്സസൈസിലുണ്ട്. അങ്ങനെ ചെയ്തിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് എത്തുമ്പോ ഉണ്ട് അസീസ് ഭയങ്കരമായ ബിരിയാണിയിലും വെച്ചിട്ടുണ്ട്. റാവുത്തർ ബിരിയാണി എന്നാ പറഞ്ഞത്. എങ്ങനെയുണ്ട് എന്നല്ല കഴിച്ചിട്ട് തന്നെ പറയാം. നല്ല വെന്ത ബീഫും മസാലയെല്ലാം ആ ചോറിലേക്ക് ഫുള്ള് കലർന്നിട്ടുണ്ടല്ലോ. നല്ല സ്പൈസിയോടെ ബേക്കുമ്പോ ഉണ്ടല്ലോ മൊന മജ. ഞാൻ വിചാരിച്ചിട്ട് ഓൻ ഇങ്ങനെ ഉണ്ടാക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ എന്താ ചെയ്യ, ഇങ്ങനെ പുകഴ്ത്തിയാൽ ഓൻ എന്നും അങ്ങ് പൊന്തിപ്പോയിനെങ്കില. അങ്ങനെ ആടുന്ന് വെച്ചിട്ട് നമ്മൾ നേരെ പൂച്ചക്ക് നല്ല പാല് കൊടുക്കാൻ പോയി. പൂച്ചയാണെങ്കിൽ 4-5 എണ്ണത്തിന്റെ പ്രസവിച്ചിട്ടിട്ടുണ്ട്. അതിന്റെ അച്ഛനാണെങ്കിൽ കാണാനും ഇല്ല. അപ്പൊ ഓക്കെ, ബൈ.